നവംബറിൻ്റെ നഷ്ടം അന്തരിച്ച പി പത്മരാജൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു സിനിമയുടെ പേരാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നവംബറിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അനശ്വരനായ മലയാള സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ വലിയ വിജയങ്ങളായ ഒരുപാട് ചലഞ്ചിങ് ആയ വേഷങ്ങൾ ചെയ്ത അനശ്വരനായ ജയൻ്റെ വിയോഗ ദിവസമാണ് നവംബർ 16. ആ അർത്ഥത്തിലാണ് നവംബറിൻ്റെ നഷ്ടം എന്ന് മലയാളി ഓർക്കണം എന്ന് വിചാരിക്കുന്നു. ഓർക്കുന്ന ദിവസമായി ഞാൻ കരുതുന്നു. ജയൻ എന്ന് പറഞ്ഞ പ്രതിഭാശാലി, പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്ന ജയൻ, ഒരു അഭിനേതാവ് ഒരു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ലോകത്ത് തന്നെ ചിലപ്പോൾ ഒരു നടനേ ഉണ്ടാവൂ, അത് ജയനാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 40 വർഷം തികഞ്ഞിരിക്കുന്നു. ഈ 40 വർഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് ഒരു 18 വയസ്സുകാരൻ്റെ മനസ്സാണ്. 1980 നവംബർ 16-ാം തീയതി ജയൻ മരിച്ച് 17-ാം തീയതി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകളിൽ ഒരുവനായി അവിടെ നിൽക്കുകയും ആ ശരീരം കയറ്റിയ വാഹനങ്ങൾ നിരയായി പുറത്തേക്ക് പോയപ്പോൾ അവിടെ മുതൽ 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളയമ്പലത്തെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാൾ വരെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ചുട്ടുപഴുത്ത് കിടക്കുന്ന ടാറിലൂടെ ആ 12 കിലോമീറ്റർ ഓടിയ 18 വയസ്സുകാരൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ശംഖുമുഖം എയർപോർട്ട് മുതൽ വെള്ളയമ്പലം വരെ ഓടിയ ആളാണ് ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. ആ ഓടിയ മനസ്സിൽ തന്നെയാണ് ഈ 40 വർഷം കഴിയുമ്പോഴും ഞാൻ നിൽക്കുന്നത്. മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഈ മനുഷ്യൻ എന്നും യുവാവായി യുവത്വത്തോടെ മലയാളിയുടെ മനസ്സിലുണ്ടാവും. എന്നും ആ യുവത്വം നിലനിൽക്കും. കോളിളക്കത്തിൻ്റെ അവസാന രംഗം ഇപ്പോൾ കാണുമ്പോഴും മനസ്സ് വിങ്ങാറുണ്ട്. എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാർ 1974 ചെയ്ത ശാപമോക്ഷത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഗായകൻ്റെ വേഷത്തിൽ അഭിനയിക്കുന്നത്. അവിടെ മുതൽ 6 വർഷം, 74 മുതൽ 80 വരെ, ആ 6 വർഷം കൊണ്ട് 116 സിനിമ, ഒരു മഹേന്ദ്രൻ്റെ പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞ തമിഴ് സിനിമ അടക്കം 116 സിനിമ, വില്ലനായും നായകനായും പ്രതിനായകനായും ഒക്കെ ഏറെ സാഹസികമായ ഒരുപാട് നല്ല വേഷങ്ങൾ മലയാളിക്ക് നൽകിയ അനശ്വരനായ കലാകാരനാണ് ജയൻ. ജയൻ്റെ ഓർമ്മ നിലനിർത്താനായി തൃശ്ശൂരിലെ ജയനെ സ്നേഹിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്നു ജയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദി എന്നൊരു സംഘടന ഉണ്ടാക്കി. അനുദിനം ആ സംഘടന വളരുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷം. തിരുവനന്തപുരത്ത് യാതൊരു സംഘടനയുണ്ട്, പക്ഷേ ഈ തൃശ്ശൂരുള്ള ജയൻ സാംസ്കാരിക വേദി വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് ഒരുപാട് ചിന്തകളുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ സന്തോഷമുണ്ട്. ജയൻ്റെ പേരിൽ 50 പേർക്കെങ്കിലും ഇരുന്ന് സിനിമ കാണാൻ കഴിയുന്ന ഒരു തിയേറ്റർ തൃശ്ശൂർ നഗരിയിൽ, സാംസ്കാരിക തലസ്ഥാനത്ത് ജയൻ്റെ ഒരു പ്രതിമ വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ് ഈ സംഘടനയുള്ളത്. അവർ ജയതാരകം എന്ന് പറഞ്ഞ് 500 രൂപ വിലയും 100 രൂപ പോസ്റ്റേജും അടക്കം 600 രൂപ വിലയുള്ള ഒരു പുസ്തകം, ജയനെക്കുറിച്ച് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളുമുള്ളൊരു പുസ്തകം ഇവിടെ ഈ സമയത്ത് ഞാൻ റിലീസ് ചെയ്യുകയാണ്. ജയനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ജയതാരകത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റില്ലുകളും പോസ്റ്ററുകളും എല്ലാം, ഒരു ജയനെക്കുറിച്ച് ഇനി എന്തൊക്കെ അറിയാനുണ്ടോ എല്ലാമുള്ള ഒരു പുസ്തകം 100 പേജിൽ നല്ല കമനീയമായ പേപ്പറിൽ നന്നായി പ്രിൻ്റ് ചെയ്ത ഈ ജയതാരകം 600 രൂപയാണോ, അയ്യോ അത് കൂടിപ്പോയോ എന്നൊന്നും ചിന്തിക്കാതെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് തൃശ്ശൂരിൽ 50 പേർക്ക് ഇരിക്കാവുന്ന ജയൻ്റെ പേരുള്ള ഒരു സിനിമ സമുച്ചയവും അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയവും ജയൻ്റെ ഒരു പ്രതിമയൊക്കെ സ്ഥാപിക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ ഈ പുസ്തകം വലിയ വിജയമായി വിറ്റഴിക്കുവാനുള്ള കടമ ജയനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഓരോ മലയാളിക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1939 ജൂലൈ 25-ാം തീയതി തേവള്ളിയിൽ കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെ മകനായി, ഭാരതിയമ്മയുടെ മകനായി ജനിച്ച ജയൻ
ജയനെ കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും അടുപ്പക്കാരെല്ലാം സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ബേബി എന്നാണെന്നും എല്ലാം നിങ്ങൾക്കറിയാം. ജോസ് പ്രകാശാണ് ജയൻ എന്നുള്ള പേര് മാറ്റി. നേവൽ ഓഫീസറായി, ഒരു പെറ്റി ഓഫീസറായി ഒരു 10-16 വർഷക്കാലം ജോലി ചെയ്യുകയും അവിടുന്ന് നിർബന്ധ പെൻഷൻ വാങ്ങി പിരിഞ്ഞ് എറണാകുളത്ത് അരിയുടെ ഹോൾസെയിൽ ബിസിനസ്സുകാരനായി മാറുകയും ഒരു ജാവ ബൈക്കിൽ കൊച്ചി പട്ടണത്തിലൂടെ അദ്ദേഹം വാഹനം ഓടിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞെനിക്കറിയാം. ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ പ്രകാശ് നടത്തുന്ന കടയിൽ വന്നിരുന്ന് വൈകുന്നേരങ്ങളിൽ സമയം പോക്കാൻ അവിടെ വന്നിരിക്കുകയും ആ ബന്ധത്തിലൂടെ രാജനിലൂടെ അച്ഛനിലേക്ക് കടക്കുകയും അങ്ങനെ ജോസ് പ്രകാശിൻ്റെ ശുപാർശയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജേസി സാർ സംവിധാനം ചെയ്ത ആദ്യ സിനിമയായ ശവമോക്ഷത്തിലൂടെ സിനിമാ നടനാവുകയും പടിപ്പടിയായി വില്ലനായും ഉപനായകനായും പ്രതിനായകനായും ഒക്കെ ഗ്രാജുവലായിട്ട് വളർന്ന് അവസാനം മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയനായ, തിയേറ്ററിൽ ജയനുണ്ട് എന്ന് പറഞ്ഞാൽ ജനസഞ്ചയത്തെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു വലിയ നടനായി അദ്ദേഹം വളർന്നു. ആ വളർച്ചയിൽ അറിയപ്പെടാത്ത രഹസ്യത്തിൽ ആനയുടെ കൊമ്പിൽ തൂങ്ങിയതായാലും ശരി, ചന്ദ്രഹാസം പോലുള്ള സിനിമകളിൽ ക്രെയിനിൽ തൂങ്ങിയതായാലും ശരി, മൂർഖൻ പോലുള്ള സിനിമകളിൽ പോലീസ് നായയുടെ മുന്നേ ഓടുന്ന പ്രതിപുരുഷനായാലും ശരി, എന്തിനധികം ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ തയ്യാറായ, പെരുമ്പാമ്പിനോടൊക്കെ മൽപ്പിടുത്തം നടത്തുന്നവനായാലും ശരി, ഏത് സാഹസിക രംഗങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിറങ്ങിയ മലയാളത്തിലെ അന്നത്തെയും ഇന്നത്തെയും ഏക നടനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അനശ്വര കലാകാരൻ്റെ 40 വർഷം പിന്നിട്ട ഈ കാലയളവിൽ ജയതാരകം എന്നൊരു പുസ്തകത്തിലൂടെ കുറേ കാശ് സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ പേര് എന്നും നിലനിർത്താനായി സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു പ്രതിമയും ഒരു തിയേറ്ററും പണിയാൻ തയ്യാറെടുക്കുന്ന തൃശ്ശൂരിലെ ജയൻ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജയതാരകം എന്ന ഈ പുസ്തകം, ഈ മഹനീയമായ പുസ്തകം, മനോഹരമായ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ പ്രകാശനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.